my dear 2025 NEET aspirants. നമ്മുടെ സുവോളജിയിൽ നീറ്റ് എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ഒരു 70 ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ ബോട്ടണിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് തന്നെ നമുക്ക് 35 ക്വസ്റ്റ്യൻസോളം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഔട്ട് ഓഫ് 45 ക്വസ്റ്റ്യൻസ് ഫ്രം സുവോളജി 35+ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും സ്റ്റാർട്ടിംഗ് പോർഷനിൽ തന്നെ കുറേ ഡിസീസ്, അതിൻ്റെ കോസറ്റീവ് ഏജൻസ്, സിംറ്റംസ്, അങ്ങനെ ഒരു പാർട്ടുണ്ട് അല്ലേ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നെക്സ്റ്റ് വൺ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് പാർട്ട് ഡ്രഗ്സ് ആണ് അല്ലേ. കുറേ കാറ്റഗറി ഓഫ് ഡ്രഗ്സ് ഉണ്ട്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു പാർട്ടിൽ നിന്ന് കൂടുതലും ചോദിക്കുന്നതാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് ജോയിൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് പ്രസന്റ് ഇൻ ആ ബോഡി, ഫിസിയോളജി പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഭാഗമുണ്ട്. അതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നെക്സ്റ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അങ്ങനെ പല രീതിയിലും ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ കാണാറുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ, ഇതിൽ പ്രൈമറി സെക്സ് ഓർഗൻ, അതുപോലെ ആക്സസറി ഡക്ട് സിസ്റ്റം, അതുപോലെ ആക്സസറി ഗ്ലാൻഡ് സിസ്റ്റം, അതേപോലെ ഒപ്പം തന്നെ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ, ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺവേർജന്റ് ആൻഡ് ഡൈവേർജന്റ് എവല്യൂഷൻ, അതുപോലെ തന്നെ അഡാപ്റ്റീവ് റേഡിയേഷൻ. കൂടുതലും എക്സാമ്പിൾസ് വെച്ചിട്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വരിക. അതായത് കൺവേർജന്റ് എവല്യൂഷൻ്റെയോ ഡൈവേർജന്റ് എവല്യൂഷൻ്റെയോ ഏതെങ്കിലുമൊക്കെ എക്സാമ്പിൾ തരും. എന്നിട്ട് അതിൽ ഇത് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ അല്ലെങ്കിൽ അഡാപ്റ്റീവ് റേഡിയേഷൻ ആണോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. ഓക്കെ, യെസ്. അടുത്തത് നമ്മുടെ ലാസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഇവന്റ് ആയിട്ടുള്ള ലാക്ടേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറുണ്ട്. നെക്സ്റ്റ് ഓൾ എക്സാമ്പിൾസ് ഇൻ ആനിമൽ കിങ്ഡം. ആനിമൽ കിങ്ഡത്തിൽ നമുക്ക് കുറേ ഫൈലം പഠിക്കാനുണ്ട്. ഓരോ ഫൈലത്തിലും കുറേ എക്സാമ്പിൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വീണ്ടും അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും കുറേ ക്ലാസ്സസ് ഉണ്ട്. ആ ക്ലാസ്സസിലെല്ലാം നമുക്ക് എക്സാമ്പിൾ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഒറ്റ എക്സാമ്പിൾ പോലും മിസ് ചെയ്യാണ്ട് നമ്മൾ പഠിച്ചിരിക്കണം. ബിക്കോസ് ഏത് എക്സാമ്പിൾ ആണ് ഈ തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എല്ലാ എക്സാമ്പിളും നമ്മൾ ഷുവർ ആയിട്ടും പഠിക്കണം. ഈ അനിമൽ കിങ്ഡത്തിലെ എല്ലാ എക്സാമ്പിൾസും കോഡോടുകൂടെ ഓർത്തിരിക്കാൻ പറ്റുന്ന വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. യെസ്, അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ അനിമൽ കിങ്ഡത്തിൽ തന്നെ ഓരോ ഫൈലത്തിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉണ്ട് അല്ലേ. അതായത് ഇപ്പം ടീനോഫോറ പറയുകയാണെങ്കിൽ അവിടെ ബയോലൂമിനസെൻസ് കാണിക്കുന്നു. അങ്ങനെ എല്ലാ ഫൈലത്തിൻ്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എല്ലാം മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഫൈലത്തിൻ്റെ മാത്രമല്ല ഓരോ ക്ലാസിൻ്റെയും മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾ. ഈ ഒരു അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൽ തന്നെ കുറേ ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സിമ്മട്രി, അതുപോലെ സീലോം, അങ്ങനെ കുറേ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കുറേ ഫീച്ചേഴ്സ് ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മുടെ ചാപ്റ്ററിൽ തന്നെ 4.4 ഫിഗർ 4.4 എന്ന് പറയുന്ന ടേബിൾ ഉണ്ട്. ആ ഒരു ടേബിൾ ഒന്നും ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ ഒരു ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾ ആണ് ആ ഒരു ഫിഗറിൽ തന്നിരിക്കുന്നത്. അപ്പോൾ എക്സാമ്പിളോട് കൂടെ തന്നെ ഈ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ എവല്യൂഷൻ ആണ്. ഓക്കെ, യെസ്, ഹ്യൂമൻ എവല്യൂഷൻ. വെയിറ്റ് എ മിനിറ്റ്. ഓക്കെ, യെസ്. അപ്പം ഹ്യൂമൻ എവല്യൂഷനിൽ എല്ലാ തവണയും തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറേ ഹ്യൂമൻസിൻ്റെ ആ ഒരു മില്യൺ ഇയേഴ്സ് അഗോ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ഹ്യൂമൻസിനെ അല്ലെങ്കിൽ ഏത് സ്പീഷീസ് ആയിരുന്നു ഫസ്റ്റ് വന്നത് ആ ഒരു ഓർഡർ ഉണ്ട് അല്ലേ. അതായത് ഓസ്ട്രാലോപിത്തസിൻസ്, യെസ്, ഹോമോ ഹാബിലിസ്, ഇറക്ടസ്, സാപ്പിയൻസ്, അതിനു മുൻപ് നിയാൻഡർത്തലൻസസ്. അപ്പോൾ ആ ഒരു ഓർഡർ കറക്റ്റായിട്ട് പഠിക്കണം. ഓരോ ആൾക്കാരും ഏത് ഇറയിലാണ് എത്ര മില്യൺ ഇയേഴ്സ് അഗോ ആണ് ഉണ്ടായിരുന്നത്, ഓരോ ആൾക്കാരുടെയും സ്പെഷ്യൽ ഫീച്ചേഴ്സും പഠിക്കുക. അതായത് ആരൊക്കെയാണ് മീറ്റ് കഴിച്ചിരുന്നത്, ആരൊക്കെയായിരുന്നു പ്യുവർ വെജിറ്റേറിയൻസ് ആയിട്ടുണ്ടായിരുന്നത്, ആരൊക്കെയാണ് സ്റ്റോൺ വെപ്പൺസ് യൂസ് ചെയ്തത്, അങ്ങനെ അവരുടെ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ മിസ് ചെയ്യാണ്ട് തന്നെ പഠിക്കണം. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ്. നമുക്ക് ഹോർമോൺസിന്റെ ടൈപ്സ് ഉണ്ട്. സ്റ്റിറോയിഡ് ഹോർമോൺസ്, പെപ്റ്റൈഡ് ഹോർമോൺസ് ഒക്കെ അല്ലേ. അപ്പോൾ അത് എക്സാമ്പിളോട് കൂടെ തന്നെ നമ്മൾ പഠിക്കുക. യെസ്, ആ ഒരു ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ഹാർഡി വെയിൻബർഗ് ഈക്വിലിബ്രിയം ആണ്. ഹാർഡി വെയിൻബർഗ് ഈക്വിലിബ്രിയം ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻ അറിയാം. ജസ്റ്റ് ഒരു ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരുന്നാൽ പോരാ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമ്മളുടെ കോൺസെപ്റ്റ് ചെക്ക് ചെയ്യുന്ന രീതിയിൽ ജീൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ അലീൽ ഫ്രീക്വൻസി ഒക്കെ കണ്ടെത്താൻ പറ്റുന്ന ഇന്ന പോപ്പുലേഷൻ ഔട്ട് ഓഫ് ടോട്ടൽ ഇൻഡിവിജ്വൽസ് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഹാർഡി വെയിൻബർഗ് ഈക്വിലിബ്രിയത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്.
അടുത്തത് ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. യെസ്, അപ്പൊ നമ്മുടെ ബയോമോളിക്യൂൾസിൽ ഫോസ്ഫോലിപ്പിഡ്സ് ലെസിത്തിൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിഗർ 9.1 ആണെന്ന് തോന്നുന്നു. യെസ്, ഫിഗർ 9.1 ആണെന്ന് തോന്നുന്നു. യെസ്, ആ ഒരു കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫിഗേഴ്സും നിങ്ങൾ ഫോസ്ഫോലിപ്പിഡ്സ് അതിലൊരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് കൊളസ്ട്രോൾ ഒക്കെ നമ്മുടെ അഡിനിൻ, പ്യൂറിൻസ്, പിരമിഡിൻസ് അവരുടെ എല്ലാം പിക്ചേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു ഫിഗറാണത്. അപ്പോൾ ആ ഒരു ഫിഗറും നിങ്ങൾ മിസ് ചെയ്യാണ്ട് നോക്കണം. നെക്സ്റ്റ്, ഓൾ ബോണ്ട്സ്, എല്ലാ ബോണ്ടുകളും ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആയിക്കോട്ടെ, പെപ്റ്റൈഡ് ബോണ്ട് ആയിക്കോട്ടെ, എസ്റ്റർ ബോണ്ട് ആയിക്കോട്ടെ, ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ആയിക്കോട്ടെ. അപ്പോൾ ഈ ബോണ്ടുകൾ ഈ ഒരൊറ്റ ചാപ്റ്റർ മാത്രമല്ല പല ചാപ്റ്ററുകളിലായിട്ട് നമുക്ക് ഈ ഒരു ബോണ്ടുകളുടെ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ബോണ്ടുകളെല്ലാം നമ്മൾ മിസ് ചെയ്യാണ്ട് പഠിച്ചിരിക്കണം. അടുത്തത് അമ്നിയോസെന്റസിസ് ആണ്. ഓക്കെ, അമ്നിയോസെന്റസിസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു അമ്നിയോസെന്റസിനൊപ്പം തന്നെ നമ്മൾ MTP അതുപോലെ STDs, ആ ചാപ്റ്ററിലെ MTPയും STDസും ജസ്റ്റ് ഒന്ന് നോക്കുക. നെക്സ്റ്റ് വൺ, ലിഗമെന്റ്സ് ആൻഡ് കാർട്ടിലേജ്. ഓക്കെ, ലിഗമെന്റ്സുകളെ പറ്റിയും കാർട്ടിലേജിനെ പറ്റിയുമുള്ള ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്. യെസ്, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബ്രെയിൻ സ്ട്രക്ചർ. യെസ്, നമ്മുടെ ബ്രെയിനിന്റെ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ പല പാർട്സ്, കുറേ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ ബ്രെയിനിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. ബിക്കോസ് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ബ്രെയിൻ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് വരും. ഓക്കെ, അടുത്തത് ജെനറ്റിക്സ്, അബ്നോർമാലിറ്റീസ് ആൻഡ് ഡിസോർഡേഴ്സ്. യെസ്, അപ്പൊ നമുക്ക് ജെനറ്റിക്സിൽ നമുക്ക് മെന്റലിയൻ ഡിസോർഡേഴ്സും അതുപോലെ ക്രോമസോമൽ ഡിസോർഡേഴ്സും പഠിക്കാനുണ്ട്. അത് വ്യക്തമായിട്ട് പഠിക്കണം. അടുത്തത് DNA or RNA സീക്വൻസ് ഐഡന്റിഫിക്കേഷൻ. അതായത് നമുക്ക് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണും. അതായത് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് തരും, ഡയറക്ഷനും തന്നിട്ടുണ്ടാവും. അവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എൻസൈം ഇതാണ്. ചിലപ്പോൾ RNA പോളിമറൈസ് ആണ്, DNA ഡിപ്പെൻഡന്റ് ആണ്, RNA ഡിപ്പെൻഡന്റ് ആണെന്നൊക്കെ പറയൂലേ. അപ്പൊ അങ്ങനെ തന്ന ക്വസ്റ്റ്യൻ തരും. അപ്പൊ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഇതാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. അപ്പൊ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താ? ഡയറക്ഷൻ ഓഫ് സിന്തസിസ്. അത് ട്രാൻസ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, റെപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഡയറക്ഷൻ ഓഫ് സിന്തസിസ് അറിഞ്ഞിരിക്കണം. ഓരോ പ്രോസസ്സിലും ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈം ഏതാണെന്ന് അറിയണം. അതുപോലെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഏതാണ്, കോഡിംഗ് സ്റ്റാൻഡ് ഏതാണ്, നോൺ കോഡിംഗ് സ്റ്റാൻഡ് ഏതാണ്, അവരുടെയൊക്കെ ഡയറക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒരു ക്ലാരിറ്റി വേണം. കോൺസെപ്റ്റ് ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സോൾവ് സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. നെക്സ്റ്റ് വൺ, ഹോർമോൺസ് ഇൻവോൾവ് ഇൻ റീപ്രൊഡക്റ്റീവ് ഇവന്റ്സ്. ഓക്കെ, FSH പല സ്ഥലത്തും ഇൻവോൾവ് ആണ്, LH ഇൻവോൾവ് ആണ്, ടെസ്റ്റോസ്റ്ററോൺ ഇൻവോൾവ് ആണ്. അപ്പോൾ ഓരോ ഹോർമോൺസും ഓരോ റീപ്രൊഡക്റ്റീവ് ഇവന്റിൽ ഏതൊക്കെ സ്റ്റേജിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, ഇനി ഓൾ കോൺട്രാസെപ്റ്റീവ്സ് ഗിവ് സ്പെഷ്യൽ ഫോക്കസ് ടു IUDs. ഓക്കെ, യെസ്, അടുത്തത് ടൈപ്സ് ഓഫ് മസിൽസ് നോക്കുക. ഹാർട്ട് സ്ട്രക്ചർ ആൻഡ് പാർട്സ്. അപ്പൊ ഹാർട്ടിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൽ വാൽവുകള്, ബ്ലഡ് വെസൽസ്, ചേംബറുകൾ, അതേപോലെ തന്നെ നോഡൽ സ്ട്രക്ചർ, ഓരോ നോഡ്, ആ ഒരു നോഡൽ സ്ട്രക്ചറിന്റെ ഓർഡർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. ഒപ്പം തന്നെ യെസ്, നമ്മൾ സർക്കുലേഷൻ, അതിൽ ഡബിൾ സർക്കുലേഷൻ, സിസ്റ്റമിക് ആൻഡ് പൾമണറി സർക്കുലേഷൻ, കാർഡിയാക് സൈക്കിൾ, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഹാർട്ട് ബേസ് ചെയ്തിട്ട് പഠിക്കുക. അടുത്തത് ഇവന്റ്സ് ഇൻ ഫേസ് ആൻഡ് സബ് ഫേസസ് ഓഫ് മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. ഓക്കെ, ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ സെൽ സൈക്കിളിനെ സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്റർഫേസ്, എം ഫേസ്. അതിൽ എം ഫേസിലാണ് പിന്നെ നമ്മൾ ഡിവിഷൻ പറയുന്നത് അല്ലേ. അതിൽ മിയോസിസിലാണെങ്കിലും മൈറ്റോസിസിലാണെങ്കിലും എഗെയിൻ 4 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇതിൽ മിയോസിസ് 1 ഫസ്റ്റ് ഫേസിനെ വീണ്ടും സബ് സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഓരോ ഫേസിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യെസ്, അതുപോലെ സെൽ സൈക്കിളിന്റെ ഓർഡർ അത് തന്നെയാണ് പറഞ്ഞത്. അടുത്തെന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഫേവറിംഗ് അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് ഹീമോഗ്ലോബിൻ. അപ്പൊ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയാൽ, കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞാൽ, ഓക്സിജൻ കൂടിയാൽ, ഓക്സിജൻ കുറഞ്ഞാൽ, ടെമ്പറേച്ചർ കൂടിയാൽ, ടെമ്പറേച്ചർ കുറഞ്ഞാൽ, pH അത് H+ എന്ന് പറഞ്ഞ രീതിയിൽ ചോദിക്കും, അസിഡിറ്റി വെച്ചിട്ട് ചോദിക്കും, pH എന്ന് പറഞ്ഞ് ചോദിക്കും. യെസ്, എക്സസൈസിന്റെ സിറ്റുവേഷനിൽ, അങ്ങനെ പല രീതിയിൽ ആ ഒരു ഗ്രാഫ് ഇൻവോൾവ് ചെയ്തിട്ട് തന്നെ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ അല്ലേ, ആ ഒരു ഗ്രാഫ് അസോസിയേറ്റ് ചെയ്ത് ചേർത്ത് വെച്ച് തന്നെ നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റിൽ നല്ല ക്ലാരിറ്റി വരുത്തുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൗണ്ടർ കറന്റ് മെക്കാനിസം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നെഫ്രോൺ സ്ട്രക്ചർ, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് നെഫ്രോൺസ്, ജെക്സ്ട്രാ മെഡുലറി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ടൈപ്സ് പഠിക്കാനുണ്ട്. സോ അത് പഠിക്കുക. റെസ്പിറേറ്ററി വോളിയൂംസ്, ഓൾ റെസ്പിറേറ്ററി വോളിയൂംസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും വരും. ഓക്കെ, അടുത്തത് ഫങ്ഷൻസ് ആൻഡ് ഡിസീസ് കണ്ടീഷൻസ് ഓഫ് ഓൾ ഹോർമോൺസ്.
ഹോർമോൺസ്, നമുക്ക് കുറേ ഹോർമോൺസ് പഠിക്കാനുണ്ട്. തൈറോക്സിൻ ഉണ്ട്, തൈമോസിൻ ഉണ്ട്, അഡ്രിനൽ ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്. ഓരോ ഹോർമോണുകൾക്കും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പം ഇൻസുലിന് ഫംഗ്ഷൻ ഉണ്ട്, ഗ്ലൂക്കഗണിന് ഫംഗ്ഷൻ ഉണ്ട്, തൈറോക്സിന് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഓരോ ഹോർമോൺസിന്റെ കൂടലിലും കുറവിലും നമുക്ക് കുറെ ഡിസീസ് കണ്ടീഷൻസും ഉണ്ട് അല്ലേ. അതായത് ഡയബറ്റിസ് മാത്രമല്ല, അതുപോലെ ഓരോ ഹോർമോണും അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസീസ് കണ്ടീഷൻ ഉണ്ട്, ഗ്രോത്ത് ഹോർമോണിന്റെ ഒക്കെ ആണെങ്കിലും. അപ്പൊ അങ്ങനെയുള്ള ഹോർമോൺസ്, ആ ഒരു ഹോർമോൺസിന്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണം വരുന്ന എല്ലാ അബ്നോർമാലിറ്റീസിലും നല്ല ക്ലാരിറ്റി വരുത്തുക. ആൻഡ് ഫൈനലി അല്ല, മെൻസ്ട്രൽ സൈക്കിൾ. നെക്സ്റ്റ് ടോപ്പിക് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിളിൽ ഒവേറിയൻ ഇവൻറ്റ്സ്, അതുപോലെ യൂട്രൈൻ ഇവൻറ്റ്സ്, ആ ഒരു ഓരോ ഇവൻറ്റിലും ഏത് ഫേസ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. മെൻസ്ട്രൽ സൈക്കിളിൽ ടോട്ടൽ 4 ഫേസസ് നമുക്ക് പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ ഓരോ ഫേസും ഏത് ഇവൻറ്റിലാണ്, അല്ലെങ്കിൽ യെസ് ഒവേറിയൻ ഇവൻറ്റിലാണോ യൂട്രൈൻ ഇവൻറ്റിലാണോ നടക്കുന്നത്. അതുപോലെ പിറ്റ്യൂട്ടറി ഹോർമോൺസ്, ഒവേറിയൻ ഹോർമോൺസ്, അതിൽ കംപ്ലീറ്റ് എത്ര ഡേയ്സിലാണ് ഓരോ ഫേസും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും നിങ്ങൾ പഠിച്ചിരിക്കണം. ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ, 3 ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ, ഒരു പിക്ചർ അടക്കം നമുക്ക് എവല്യൂഷൻ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഡയറക്ഷണൽ, ഡിസ്റപ്റ്റീവ് എന്നൊക്കെ പറഞ്ഞ്, സ്റ്റെബിലൈസിംഗ് എന്നൊക്കെ പറഞ്ഞ് അത് അങ്ങ് പഠിച്ചേക്കുക. നെക്സ്റ്റ് വൺ ഗമീറ്റോജനസിസ്, അതിൽ സ്പെർമാറ്റോജനസിസും ഊജനസിസും ഇൻവോൾവ് ആണ്. യെസ്. അടുത്തത് ജിയോളജിക്കൽ ടൈം സ്കെയിൽ, ഇറ ഓഫ് ആനിമൽസ്. അത് കൂടുതലായിട്ടും പ്ലാന്റ്സിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാറില്ല. അനിമൽസിന്റെ ബേസ് ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ വളരെ ബേസിക് ആയിട്ട്, അതായത് ഫിഷസിന്റെ ഇറ ഏതാണ്, അപ്പൊ അങ്ങനെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അതിലുള്ള പ്ലാന്റ്സിന്റെയും ആ ഒരു ഫിഗർ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നീറ്റിൽ അങ്ങനെ വരാറില്ല. കീമിനാണ് അത് പിന്നെയും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഗോസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അതിൽ തന്നെ റിസോഴ്സ് പാർട്ടീഷനിങ് എന്ന ടോപ്പിക് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ടൈപ്സ് ഓഫ് എപ്പിത്തീലിയൽ സെൽസ് പഠിക്കുക. റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. ഓക്കെ, ഈ 3 പ്രോസസ്സ് മുൻപ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ട്രാൻഡുകൾ, ഡയറക്ഷണൽ സിന്തസിസ്, എൻസൈം, ഏതൊക്കെ ഫാക്ടേഴ്സ്, ട്രാൻസ്ക്രിപ്ഷനിലൊക്കെ ആണെങ്കിൽ അവിടെ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ഫാക്ടേഴ്സ്, ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോഴത്തേക്കും mRNAക്ക് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് റൈബോസോമിനെ പറ്റിയിട്ട്, tRNAനെ പറ്റിയിട്ട്, ജനറ്റിക് കോഡിനെ പറ്റിയിട്ട്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും പഠിക്കുക. ലാക് ഓപ്പറോൺ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മുടെ ട്രാൻസ്ക്രിപ്ഷന് ശേഷം അവിടെ ഉണ്ടാവുന്ന പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റിനെ കുറേ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട് അല്ലേ, mRNA ആകാൻ വേണ്ടിയിട്ട്, ക്യാപ്പിംഗ്, ടെയിലിംഗ്, സ്പ്ലൈസിംഗ്. ഓക്കെ, ആ ഒരു ഡീറ്റെയിൽസും പഠിക്കുക. പിന്നെ ഈ ഒരു ചാപ്റ്ററിലുള്ള എല്ലാ എക്സ്പെരിമെന്റ്സും, ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് ഉണ്ട്, മീസൽസൺ ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെന്റ് ഉണ്ട്, ഹെർഷി ചേസ് എക്സ്പെരിമെന്റ് ഉണ്ട്, മെക്ലിയോയിഡ്, മെക്കാർത്തി, മെക്കവറെ എക്സ്പെരിമെന്റ് ഉണ്ട്. അപ്പോൾ എല്ലാ എക്സ്പെരിമെന്റ്സും ചോദിക്കുക. അതിൽ തന്നെ നമുക്ക് N14, N15 ബേസ് ചെയ്തിട്ട് പ്രോബ്ലം തരുന്ന രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ ബ്ലഡ് ഗ്രൂപ്പിംഗ്. അതിൽ ചിലപ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ആയിരിക്കും, ചിലപ്പോൾ RH ബേസ് ചെയ്തിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് ആയിരിക്കും. എന്താണെങ്കിലും ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ പറ്റിയും ഒരു ക്വസ്റ്റ്യൻ 90% ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് ടൈപ്സ് ഓഫ് ബ്ലഡ് സെൽസ്. അതിൽ WBCയിലൊക്കെ കുറേ ടൈപ്സ് ഉണ്ട്. ആ ഒരു ബ്ലഡ് സെൽസിന്റെ ഡീറ്റെയിൽസ് പഠിക്കാം. എൻസൈം അനദർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, അപ്പോൾ എൻസൈമിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോ എൻസൈം എന്നൊക്കെ പറഞ്ഞ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, അത് കംപ്ലീറ്റ്ലി പഠിക്കണം. അതിൽ ആക്ടിവേഷൻ എനർജി എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഒരു ഗ്രാഫ് ബേസ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ എൻസൈം എന്ന് പറയുന്ന ടോപ്പിക്കിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒറ്റ പോയിന്റ് പോലും മിസ് ചെയ്യാണ്ട് എൻസൈം കംപ്ലീറ്റ് പഠിക്കുക. ബിക്കോസ് ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ. ഓക്കെ, അടുത്തത് പ്രോട്ടീൻ ഫോൾഡിംഗ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ക്വാട്ടർണറി ഇമ്പോർട്ടൻ്റ് ആണ്. ബീറ്റ ഷീറ്റ്, ആൽഫ ഹെലിക്സ് കാര്യങ്ങളൊക്കെ. പിന്നെ ECG അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അതിൽ P വേവ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബയോ മാഗ്നിഫിക്കേഷൻ ജസ്റ്റ് നോക്കി വെക്കുക. ക്ലോണിംഗ് വെക്ടേഴ്സും ജസ്റ്റ് നോക്കി വെക്കുക. അടുത്തത് കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ് ബേസിക് ഫീച്ചേഴ്സ്. യെസ്, അപ്പോൾ കോഡേറ്റ്സിൻ്റെയും നോൺ കോഡേറ്റ്സിൻ്റെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ബേസിക് ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്, അതും പഠിക്കുക. ഇക്കോളജിക്കൽ ഇൻട്രാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ആ ഇക്കോളജിക്കൽ ഇൻട്രാക്ഷനിൽ പ്രെഡേഷൻ ആയിക്കോട്ടെ, മ്യൂച്വലിസം ആയിക്കോട്ടെ, കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, പാരസൈറ്റിസം ആയിക്കോട്ടെ, ഓൾ ഇക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ കുറച്ച് ടേംസ് എവല്യൂഷനിൽ ജീൻ പൂൾ, ജീൻ ഫ്രീക്വൻസി, ജീൻ മൈഗ്രേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, അങ്ങനെ പുതിയ പുതിയ ടേമുകളുണ്ട്. ആ ഒരു ടേമുകളിലെല്ലാം നല്ലൊരു ക്ലാരിറ്റി വരുത്തുക. ഇത് വെച്ചിട്ട് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ, സോറി ഇത് നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്, റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അടുത്തത് പ്ലാസെന്റൽ ആൻഡ് മാർസുപ്പിയൽ മാമൽ സ്റ്റേബിൾ. ഓക്കെ,
കൺവേർജന്റ് എവല്യൂഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടേബിൾ ഉണ്ട് അല്ലേ, പിക്ചർ ഒക്കെ ഉൾപ്പെടെ. ഒരു കോളത്തിൽ മാർസുപ്പിയൽ മാമൽസ്, അടുത്ത കോളത്തിൽ പ്ലാസിന്റൽ മാമൽസ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതലായിട്ടും അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് തന്നെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പ്ലാസിന്റൽ മാമൽസിന്റെയും മാർസുപ്പിയൽ മാമൽസിന്റെയും ഇടയിൽ കാണുന്ന കൺവേർജന്റ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയുള്ള ടേംസ് ഇപ്പൊ അനിമൽ കിങ്ഡത്തിലായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ചാപ്റ്ററിൽ നമുക്ക് ഒരു എക്സാമ്പിളിൽ ബ്രാക്കറ്റ് എടുത്തിട്ട് അവർ ചിലപ്പോൾ കണക്ടിങ് ലിങ്ക് ആണെന്നോ ലിവിങ് ഫോസിലാണെന്നോ വെസ്റ്റീജിയൽ ഓർഗൻ ആണെന്നോ ഒക്കെ പറഞ്ഞ് ചില പോർഷൻസ് കാണാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻസ് ഒക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ ചെയ്യുക. അടുത്തത് മൈക്രോബ്സ് ആൻഡ് പ്രോഡക്ട്സ്. ഓക്കെ, അപ്പം മൈക്രോബ്സിന്റെ ചാപ്റ്ററിൽ കെമിക്കൽസ്, എൻസൈംസ് ആൻഡ് ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള മോളിക്യൂൾസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. യെസ്, അപ്പൊ അതിൽ ഏതൊക്കെ മൈക്രോബ്സ് ആണ്, ഇപ്പം ആസിഡ്സിന്റെ ഒക്കെ കേസ് അതിലുണ്ട് അല്ലേ, സ്റ്റാറ്റിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തേക്കുക. ഒപ്പം തന്നെ ആന്റിബയോട്ടിക്സ് ശ്രദ്ധിക്കുക. അടുത്തത് ആന്റിബോഡീസ് ആണ്. ഓക്കെ, ഹ്യൂമൻ ഹെൽത്തിലെ ആന്റിബോഡീസിനെ ഒന്ന് ശ്രദ്ധിക്കുക. ക്യാൻസർ, അതിൽ മെറ്റാസ്റ്റാസിസ്, അതുപോലെ കോണ്ടാക്ട് ഇൻഹിബിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എയ്ഡ്സിന്റെ കേസിലാണെങ്കിലും HIV വൈറസിന്റെ ഇൻഫെക്ഷന്റെ സമയത്ത് ഏത് ലിംഫോസൈറ്റ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, മാക്രോഫേജസിന്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള ട്രിക്കി പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. യെസ്, അടുത്തത് ന്യൂറോൺ സ്ട്രക്ചർ ആൻഡ് ടൈപ്സ്. മൾട്ടിപോളാർ ന്യൂറോൺസ്, ബൈപോളാർ, യൂണിപോളാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ന്യൂറോണിന്റെ സ്ട്രക്ചറിൽ തന്നെ ഷ്വാൻ സെൽസിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. യെസ്, അടുത്തത് ഫിസിയോളജിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫിസിയോളജിയിലെ എല്ലാ ചാപ്റ്റേഴ്സും അവസാനിക്കുന്നത് 2 ഹെഡിങ്ങിലാണ്. ഏറ്റവും ലാസ്റ്റ് ഹെഡിങ് ആ ഒരു ലൈഫ് പ്രോസസ്സുമായി റിലേറ്റ് ചെയ്തുള്ള ഡിസോർഡർ, അതിന് തൊട്ട് മുൻപ് ആ ഒരു ലൈഫ് പ്രോസസ്സിന്റെ റെഗുലേഷൻ അല്ലേ. അപ്പം നമ്മൾ റെസ്പിറേഷൻ ഒക്കെ പറയുകയാണെങ്കിൽ ന്യൂമോടാക്സിക് സെന്റർ, പോൺസ്, മെഡുലയൊക്കെ എങ്ങനെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ഉണ്ടല്ലേ. അപ്പൊ എല്ലാ ഫിസിയോളജി ചാപ്റ്റേഴ്സിന്റെയും റെഗുലേഷൻ പാർട്ടും ഡിസീസ് പാർട്ടും കൃത്യമായിട്ട് പഠിക്കുക. ഹാർട്ടിന്റെ കേസിൽ ആൻജിന, അതെറോസ്ക്ലിറോസിസ് എന്നൊക്കെ പറഞ്ഞ്, ഹാർട്ട് ഫെയിലിയർ എന്നൊക്കെ പറഞ്ഞ് കുറെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്കാണ്. മാത്രമല്ല നിങ്ങൾ ഫ്യൂച്ചർ ഡോക്ടേഴ്സും കൂടിയാണല്ലേ. അപ്പോൾ ഇപ്പോഴേ കൃത്യമായിട്ട് ഇതൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ. അടുത്തത് പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്, ലോജിസ്റ്റിക്, എക്സ്പോണൻഷ്യൽ, അത് പഠിക്കുക കേട്ടോ. ഗ്രാഫിൻ ഉൾപ്പെടെ പഠിക്കുക. ഇനി മസിൽ കൺട്രാക്ഷൻ. ഓക്കെ, അപ്പം മസിൽ കൺട്രാക്ഷനിൽ മയോസിൻ്റെ ഒക്കെ സ്ട്രക്ചർ വെച്ച് ബേസ് ചെയ്തിട്ട് തന്നെ, ആക്റ്റിൻ മയോസിൻ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് തന്നെ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നിന്ന് കാൽഷ്യം വരുന്നു. കാൽഷ്യം ട്രോപ്പോണിൻ്റെ TNT, TNI, TNC 3 സബ് യൂണിറ്റ്സ് ഉണ്ട് അല്ലേ. കാൽഷ്യം TNCയിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു, ആ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള മസിൽ കൺട്രാക്ഷൻ കൃത്യമായിട്ട് നോക്കുക. ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ, നമ്മുടെ ബ്ലഡിൽ കൂടെ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും പല വേസിൽ കൂടിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. ചില ഈ കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ചും കൂടെ സോല്യൂബിൾ ആയിരിക്കും. അപ്പോൾ ഒരു ഡിസോൾവ്ഡ് സ്റ്റേറ്റിൽ കുറച്ചും കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യും. ഓക്സിജൻ ആണെങ്കിൽ കൂടുതലും ഹീമോഗ്ലോബിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു ട്രാൻസ്പോർട്ടിന്റെ ആ ഒരു ഡീറ്റെയിൽസ് ഒന്ന് നോക്കുക. ടൈപ്സ് ഓഫ് നൈട്രോജിനസ് വേസ്റ്റ്. ഓക്കെ, അമോണോട്ടിലിക്, യൂറിയോട്ടിലിക്, യൂറിക്കോട്ടിലിക്. വിത്ത് എക്സാമ്പിൾ എൻഡോമെംബ്രെയിൻ സിസ്റ്റം, അതിലുള്ള എല്ലാ സെൽ ഓർഗനൽസും പ്ലസ് 2 അഡീഷണൽ ആളുകൾ, ദാറ്റ് ഇസ് മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. യെസ്, ഇവർക്ക് സ്വന്തമായിട്ട് ജനറ്റിക് മെറ്റീരിയൽ ഒക്കെയുള്ള ഡബിൾ വോൾഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ആണ്. അവർക്കൊരു പ്രത്യേക ഫോക്കസ് കൊടുത്തേക്കാം. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA. ഓക്കെ, അപ്പം നമ്മൾ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNAയുടെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ 2 ബേസ് പെയറുകളുടെയും ഇടയിലുള്ള ലെങ്ത് എത്രയാണ്, അല്ലെങ്കിൽ ഒരു ടേണിൻ്റെ ഉള്ളിൽ എത്ര ബേസ് പെയേഴ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് പ്രോബ്ലം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അതും നോക്കുക. ഇനി സൈനാപ്സ് എന്താണെന്നും ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേഷൻ, അതിൽ നമുക്ക് K+ന്റെയും Na+ന്റെയും ഫ്ലക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമ്പം അവിടെ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മാറുന്നു, ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നു. ആ ഒരു കാര്യമില്ലേ, ആ ഒരു ഡീറ്റെയിൽസ് നോക്കുക. ആൻഡ് ഫൈനലി പ്രോക്യാരിയോട്ടിക് ആൻഡ് യൂക്യാരിയോട്ടിക് ജീനോം ഡിഫറൻസ്. അപ്പോൾ രണ്ടുപേരുടെയും ജീനോം ഫോൾഡ് ചെയ്തിരിക്കുന്നതാണെങ്കിലും എവിടെ ഹിസ്റ്റോൺ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം പ്രോക്യാരിയോട്സിൽ ആ ഒരു ക്രോമിസോം കൃത്യമായിട്ട് ഇങ്ങനെ, ക്രോമിസോം എന്ന് പറയാൻ പറ്റില്ല, അത് ഒന്ന് അടുക്കി വെക്കുന്നതിൽ ഏത് പ്രോട്ടീനാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോട്ടീൻ ഇൻവോൾവ് ആണോ. ഇനി ഈ പ്രോക്യാരിയോട്ടിക് സെല്ലും യൂക്യാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള ബാക്കി സ്ട്രക്ചറൽ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് നോക്കിയേക്കുക. കാരണം അതൊക്കെ ചോദിക്കാൻ
ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നില്ല. അപ്പൊ എല്ലാവരും വേഗം ഓടിപ്പോയിട്ട് ഈ ഒരു 70 ടോപ്പിക്സ് പഠിച്ചോളുക. ഓൾ ദി ബെസ്റ്റ്.